സാഫല്യം പാർട്ട് 2. ഉച്ചയോടടുത്താണ് അവർ എണീറ്റത്. അവൾ തുണി ഉണക്കാനിടുമ്പോൾ രണ്ടാളും റെഡിയായി പുറത്തേക്കിറങ്ങുന്നത് അവൾ കണ്ടു. അവളുടെ കണ്ണുകൾ ദേവനിൽ തന്നെ ആയിരുന്നു. അവൻ അവളെ ഇന്നൊരു ജോലിക്കാരിയായിട്ട് പോലും കാണുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഒരു നോട്ടം പോലും അവനിൽ നിന്നും അവൾക്ക് നേരെ ഉണ്ടായില്ല. അമ്മേ! കിച്ചണിൽ ഉള്ളപ്പോൾ ആ വിളി കേട്ട് അവൾ ഹാളിലേക്ക് വന്നു. പ്രസാദ്! അവൾ മന്ത്രിച്ചു. ദേവന്റെ അനിയൻ. പ്രസാദിനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചു. എന്താടാ വന്ന് കയറിയ പാടെ വിളിച്ചു പോകുന്നത്? അമ്മ ചോദിച്ചു. അമ്മേ, എന്തു പണിയാ കാണിച്ചത്? ഏട്ടത്തി ഇവിടെ ജീവനോടെ ഉള്ളപ്പോൾ ഏട്ടനെ കൊണ്ട് വേറെ പെണ്ണ് കെട്ടിച്ചു അല്ലേ? ആ, മച്ചായ ഇവളെയും വെച്ചോണ്ട് അവൻ എത്രയാന്ന് വെച്ചാ കഴിയുന്നത്? എന്തോ അമ്മയുടെ മറുപടി കേട്ടതും അവൾ കണ്ണീരോടെ കിച്ചണിലേക്ക് തന്നെ നടന്നു. എന്ന് കരുതി ഏട്ടത്തിയോട് ഇങ്ങനെ ചെയ്യണമോ? കുട്ടികളില്ലാത്തവർ ഒക്കെ ഇങ്ങനെയാണോ അമ്മയെ ചെയ്യുന്നത്? 10-15 വർഷം കഴിഞ്ഞും എത്ര പേർക്ക് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്? ഇത് വെറും 5 വർഷമല്ലേ ആകുന്നുള്ളൂ. ദേവേട്ടനും ഇതിന് കൂട്ടുനിൽക്കുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല. അവനുമുണ്ടാകും ഒരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ആഗ്രഹം. മീനു വിഷമത്തോടെ എല്ലാം കേട്ടുകൊണ്ട് അടുക്കളയിൽ തന്നെ നിന്നു. ഒരുപക്ഷെ ദേവന്റെ അനിയൻ ചിന്തിക്കുന്നത് പോലെ ദേവനും ചിന്തിച്ചിരുന്നെങ്കിൽ. എങ്ങനെ സഹിക്കുന്നു ഏട്ടത്തി? ഫുഡ് എടുത്തു കൊടുക്കുമ്പോഴാണ് പ്രസാദ് മീനാക്ഷിയെ നോക്കിക്കൊണ്ടിങ്ങനെ ചോദിച്ചത്. സഹിച്ചല്ലേ പറ്റൂ പ്രസാദ്, അവൾ കണ്ണീർ ഒളിപ്പിച്ചു വെച്ച് പുഞ്ചിരിയോടെ പറഞ്ഞു. നീ എപ്പോ വന്നു? ദേവനും കല്യാണിയും രാത്രി കയറി വരുമ്പോൾ പ്രസാദിനെ കണ്ട് ദേവൻ ചോദിച്ചു. ഞാൻ ഉച്ചയ്ക്കെത്തി. കല്യാണി, ഇത് പ്രസാദ്, എന്റെ അനിയനാ. ആള് മുംബൈയിൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. കല്യാണിയെ നോക്കി ദേവൻ എങ്ങനെ പറഞ്ഞു. ഹലോ. പ്രസാദ് ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്നതും അവൾ നീരസത്തോടെ ദേവനെ നോക്കി. നിങ്ങളുടെ അനിയന് എന്നെ പിടിച്ചില്ലെന്ന് തോന്നുന്നു. അവൻ പണ്ട് മുതൽക്കേ അങ്ങനെയാ. അധികം ആരോടും സംസാരിക്കാറില്ല. അവൻ അവളെ ആശ്വസിപ്പിക്കാനെന്ന പോലെ വായിൽ തോന്നിയൊരു കള്ളം പറഞ്ഞു. മീനു എല്ലാം ഡൈനിങ് ടേബിളിന് മുന്നിൽ നിരത്തിയപ്പോഴാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നിരുന്നത്. മകനെയും മരുമകളെയും പ്രത്യേകം ക്ഷണിക്കുന്നത് പ്രസാദ് ശ്രദ്ധിച്ചു. എല്ലാം ചെയ്തു കൊടുത്തിട്ടും മീനുവിനോട് അമ്മ എന്നും തട്ടിക്കയറുന്നത് അവൻ കാണുന്നുണ്ടായിരുന്നു. എടാ, നീ പോണതിനു മുന്നേ ഒരു പെണ്ണ് കെട്ടാൻ നോക്ക്. ഇങ്ങനെ വാലും തലയും ഇല്ലാതെ എത്ര എന്ന് വെച്ചാ നടക്കുന്നത്? അമ്മ പ്രസാദിനോടായി പറഞ്ഞു. അവനൊന്ന് ചിരിച്ചു. ശരിയാ, 10-28 വയസ്സായില്ലേ നിനക്ക്? ദേവനും അമ്മ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും വേണം. പക്ഷെ ഞാൻ കെട്ടുന്ന പെണ്ണിന് ഭാവിയിൽ കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ അവളെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ എന്നോട് ആരും പറയരുത്. എല്ലാ പെണ്ണുങ്ങളും ഒരുപോലെയാണോടാ? അമ്മ ചോദിച്ചു. അതിനവനൊന്ന് ചിരിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. അത് നന്നായി. ഇനി പെണ്ണാലോചിക്കാനും മറ്റും സമയം കളയണ്ടല്ലോ. പെട്ടെന്ന് തന്നെ നമുക്കതങ്ങ് നടത്താം. ഇന്നാട്ടുകാരിയാണോ മോനെ പെണ്ണ്? അമ്മ ചോദിച്ചു. ഇന്നാട്ടുകാരി മാത്രമല്ല അമ്മേ, ഈ വീട്ടിൽ കൂടിയല്ലേ ഉള്ളതാ അവൾ. അവൻ പറഞ്ഞത് മനസ്സിലാകാതെ അമ്മയും ദേവനും കല്യാണിയും പരസ്പരം ഒന്ന് നോക്കി. മനസ്സിലായില്ലേ? ഞാൻ കെട്ടാൻ പോകുന്നത് മീനാക്ഷിയാണെന്ന്. ഏതു മീനാക്ഷി? അമ്മ ചോദിച്ചു. വേറെ ആരുമല്ല, ഇപ്പോൾ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന പെണ്ണില്ലേ, അവളെ തന്നെ. മീനു കിച്ചണിൽ നിന്നും ഇത് കേട്ട് ഞെട്ടിത്തരിച്ചു. ദേവനും അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. നിനക്ക് നാണമില്ലേ ഇത് പറയാൻ? ഏട്ടൻ ഉപേക്ഷിച്ച ആ മച്ചിയെ തന്നെ വേണോ നിനക്ക് കെട്ടാൻ? അമ്മ ദേഷ്യപ്പെട്ടു. ഏട്ടൻ അവരെ മുന്നിൽ ഒരു പെണ്ണ് കെട്ടി നടക്കാമെങ്കിൽ എന്തുകൊണ്ട് അവർക്കായിക്കൂടാ? പ്രസാദ്! ദേവൻ ഒച്ചയെടുത്തു വിളിച്ചു. വിവാഹ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ഭാര്യാഭർത്തൃബന്ധത്തിന്റെ പൊരുത്തമുണ്ടാകുമ്പോഴാണ് ഏട്ടാ. 1 വർഷം തികയുന്നതിന് മുൻപേ തന്നെ അവൾ മച്ചി എന്ന പേര് വീണു. പക്ഷെ അപ്പോഴെല്ലാം ഒരു പെണ്ണിനെ ആശ്വസിപ്പിക്കേണ്ടത് അവളുടെ ഭർത്താവിന്റെ കടമയാണ്. ഏട്ടനാണെങ്കിൽ ആരുടെയൊക്കെയോ വാക്കുകേട്ട് അവരുടെ മുൻപിൽ വെച്ച് മറ്റൊരു വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കുന്നു. നിങ്ങൾ ഒരിക്കൽ അവരുടെ സ്ഥാനത്ത് നിന്നും ചിന്തിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ലായിരുന്നു ഏട്ടാ. അവൻ പോയപ്പോൾ അവൾ കണ്ട വഴിയായിരിക്കുമല്ലേ നീ. അവൾ നിന്നെ ഇത്ര പെട്ടെന്ന് വശീകരിച്ചെടുത്തല്ലോ മോനെ. അമ്മേ, ഇനി അതുകൂടി ആ പാവത്തിന്റെ തലയിൽ ഇടേണ്ട. പ്രായത്തിന് മൂത്തതാണെങ്കിലും അവർ എന്നെ ഒരു അനിയൻ എന്ന പോലെ അല്ലാതെ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരുത്തന്റെ ജീവിതത്തിൽ നിന്ന് ആ നാശത്തെ ഒഴിവാക്കിയപ്പോൾ നീയായിട്ട് അവളെ സ്വീകരിക്കാൻ പോവാണോ? പേട് തേങ്ങയാണെന്ന് കണ്ടാൽ അതിനെ വലിച്ചെറിയണം, അല്ലാതെ. മീനുവിന്റെ നെഞ്ച് കീറിമുറിക്കാനുള്ള മൂർച്ചയുണ്ടായിരുന്നു ആ വാക്കുകൾക്ക്. എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവനോട് അവൾക്ക് അത്രയധികം വെറുപ്പ് ആദ്യമായി തോന്നി. ദേവൻ ഒന്നും മിണ്ടാതെ അരിശത്തോടെ എണീറ്റ് പോയതും അവന്റെ പിന്നാലെ കല്യാണിയും പോയി. കണ്ണീരോടെ തന്നെയായിരുന്നു അവൾ നേരം വെളുപ്പിച്ചത്. കാലത്ത് അവനുള്ള ചായയുമായി മീനു അവന്റെ മുറിയിലെത്തി. പ്രസാദ്, അവൾ പതിയെ വിളിച്ചു. അവൻ ചായ വാങ്ങിക്കൊണ്ട് മീനുവിനെ ദയനീയമായി നോക്കി. ആ മുഖം കണ്ടാലറിയാം കരഞ്ഞു തീർത്ത ദിവസങ്ങളാണ് അവളുടേതെന്ന്. പ്രസാദ്, ഇന്നലെ അങ്ങനെയൊന്നും സംസാരിക്കേണ്ടിയിരുന്നില്ല.
പ്രസാദിനെ എന്നും ഒരനിയന്റെ സ്ഥാനത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ കാണാനായി എനിക്കിഷ്ടവും. അവൾ കണ്ണീരോടെ അത്രയും പറഞ്ഞു. ഇന്ന് വരെ ഞാൻ എൻ്റെ ഏട്ടത്തിയായി തന്നെയാണ് കണ്ടത്. ആ ബഹുമാനവും നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഏട്ടൻ നിങ്ങളോട് കാണിച്ച ഈ ക്രൂരത കാണുമ്പോൾ അവർക്ക് മുൻപിൽ ഏട്ടത്തി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കണം എന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. വേണ്ട പ്രസാദ്, വെറുതെ പ്രസാദിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുത്. നല്ലൊരു ജീവിതം പ്രസാദിന് കിട്ടും. പക്ഷേ ഏട്ടത്തിയുടെ ജീവിതം? ഒരു അമ്മയാവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടില്ല. എൻ്റെ ജീവിതം ഇനി എങ്ങനെയായാലെന്താ? ഓ, അപ്പോ അതാണല്ലേ നിനക്കിവിടെ പണി? വെറുതെയല്ല അവൻ നിന്നെ തന്നെ കെട്ടണമെന്ന് പറഞ്ഞു നടക്കുന്നത്. അമ്മയുടെ സംസാരം കേട്ടതും രണ്ടുപേരും തിരിഞ്ഞു നോക്കി. എന്താ അമ്മേ? ചായയുമായി വന്ന് അവനെ വശീകരിക്കുകയായിരുന്നു അല്ലേടി? അമ്മേ, മീനു വിഷമത്തോടെ വിളിച്ചു. എടാ ദേവാ, നീ ഇങ്ങ് വന്നേ. ഓ അമ്മ, ഈ അമ്മയെക്കൊണ്ട്. അമ്മയുടെ വിളി കേട്ടതും ദേവൻ നീരസത്തോടെ ഇറങ്ങി. എന്താ അമ്മേ? കണ്ടില്ലേ നീ ഇവളുടെ സ്വഭാവം. ആരുമില്ലാത്ത നേരത്ത് ഇവന് ചായയുമായി വന്ന് ഇവനെ മയക്കിയെടുക്കുകയായിരുന്നു. ഞാൻ കണ്ടതുകൊണ്ട് വേറെ ഒന്നും നടന്നില്ല. തലയും താഴ്ത്തി നിൽക്കുന്ന മീനുവിനെ ദേവൻ വെറുപ്പോടെ നോക്കി. എന്താ ഈ പറയുന്നത്? ഏട്ടത്തി ഇതിനു മുമ്പും എനിക്ക് ചായയുമായി എന്റെ മുറിയിൽ വന്നിട്ടുണ്ടല്ലോ. അപ്പോ ഇവളുടെ ഉള്ളിലിരിപ്പ് പഴയതല്ല. കെട്ടിയോൻ ഉപേക്ഷിച്ചപ്പോൾ ഏതെങ്കിലും ഒരുത്തനെ കൂട്ടിന് വേണം എന്ന് കരുതി നടക്കുന്നവളാ. നിന്നെ തന്നെ വശീകരിച്ചെടുക്കുന്നത് ഞങ്ങളെ തോൽപ്പിച്ചു കളയാം എന്ന് കരുതിയാവും. മീനു കണ്ണീരോടെ അവർക്ക് മുന്നിൽ നിന്നും ഇറങ്ങി നടന്നു. ചാവാൻ നേരം നിങ്ങൾക്കൊരു തുള്ളി വെള്ളം തരാൻ പോലും അവളെ കാണൂ. അന്ന് അമ്മ ഇപ്പൊ കൂടെ കൂട്ടിയവരാരും കാണില്ല. അമ്മ അത് മറക്കണ്ട, ഓർത്തു വെച്ചോളൂ. ആ മച്ചി പെണ്ണിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചിട്ട് എനിക്ക് ചാകണ്ട, അമ്മ മീനുവിനോടുള്ള പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി. ബാത്റൂമിൽ ചേർന്ന കല്യാണിയെ ഒന്ന് നോക്കി ദേവൻ മുറിയിൽ നിന്നും പതിയെ പുറത്തിറങ്ങി. അമ്മ അയൽവക്കത്ത് പരദൂഷണം പറയാൻ ഇറങ്ങിയതാണ്. പ്രസാദ് പുറത്തു പോയിരിക്കുന്നു. കിച്ചണിലേക്ക് ഇറങ്ങിയ ദേവനെ കണ്ട് മീനു അവനെ ഒന്ന് നോക്കാൻ പോലും ആകാതെ വേദനയോടെ തന്റെ ജോലിയിൽ തന്നെ മുഴുകി. കല്യാണി ബാത്റൂമിലാണ്. നീ ആ സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് ഇനി വന്നേ, നമുക്ക് മുറിയിൽ പോകാം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞാൽ മതി. അതിന് മുറിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നീ തനിച്ചായതുകൊണ്ടാണ് പ്രസാദുമായി അടുക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയാം. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറയാം. രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം. ഇപ്പോൾ അവൾ ബാത്റൂമിലാണ്. എന്തായാലും ഒരു 10-20 മിനിറ്റ് എടുക്കും. നീ വാ. അവൻ അവളെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും മീനു ഞെട്ടി പിന്നിലേക്ക് മാറി. തൊട്ടുപോകരുത് എന്നെ. നിങ്ങൾ എന്താ കരുതിയത്? ഒരു പുരുഷന്റെ ചൂട് കിട്ടാനായിട്ട് ഞാൻ ഇവിടെ കയർ പൊട്ടിച്ച് നിൽക്കുകയാണെന്നോ? രാത്രി ഭാര്യയെ ഉറക്കിക്കിടത്തി വരാമത്രേ. എനിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. ഇപ്പോഴും എന്നെ സുഖിപ്പിക്കാൻ വന്നതല്ലേ? എങ്കിൽ ഭാര്യ ഇറങ്ങുന്നതിന് മുന്നേ ചെല്ലാൻ നോക്ക്. സ്വന്തം ഭർത്താവിനെ മറ്റൊരു പെണ്ണിന്റെ കൂടെ സങ്കല്പിക്കാൻ പോലും ഒരു പെണ്ണിനും ആവില്ല. എല്ലാരും എന്നെപ്പോലെ എല്ലാം കണ്ടും കേട്ട് സഹിച്ചു നിൽക്കുമൊന്നുമില്ല. അവൾ ഇത്രയും പറഞ്ഞ് പൊട്ടിക്കരച്ചിലോടെ തന്റെ മുറിയിലേക്ക് പോയി ഡോർ ആഞ്ഞ് അടച്ചു.